ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാലക്കാട് അട്ടപ്പാടിയിലുണ്ടായ അതിദാരുണമായൊരു സംഭവമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ പൊന്നോമനയുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. എന്ത് രസമാണ് ആ മോളെ കാണാനല്ലേ. ഒന്നുകൂടെ കണ്ടിട്ട് ഈ മാതാപിതാക്കൾ എങ്ങനെ ഇത് താങ്ങുമെന്നോ എങ്ങനെ സഹിക്കാൻ അവർക്ക് പറ്റുമെന്നോ അറിയില്ല. ഈ പിഞ്ചോമനുകളുടെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ ഈ അടുത്തിടയിലായിട്ട് നഷ്ടമായിട്ടുണ്ട്. അത് മിക്കതും അബദ്ധത്തിൽ ഉണ്ടായ ജീവൻ അബദ്ധത്തിലെ കാരണത്തിലാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് അല്ലേ. ഇവിടെ തന്നെ വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഈ കുട്ടിയിൽ വിഷം ഉള്ളിൽ ചെന്നതും അങ്ങനെയാണ് ഈ കുട്ടി മരണപ്പെടാനിടയായതും. ഈ കുട്ടി നെല്ലിപ്പാറ സ്വദേശിയാണ്. ലിതിൻ ജോമറിയ ദമ്പതികളുടെ മകളാണ് നേഹ റോസ് എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ കുട്ടിക്ക് വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തോട്ടിട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം കുട്ടി കാണാനിടയായി. അത് പേസ്റ്റ് ആണെന്ന് കരുതി കുട്ടി എടുത്ത് തേച്ചു. അതിൽ നിന്നാണ് ഈ കുട്ടിക്ക് ഈ സംഭവം ഉണ്ടായത്. ഫെബ്രുവരി 21-നാണ് കുട്ടിക്ക് ഇത് സംഭവിച്ചത്. എന്നിട്ട് ഈ കുട്ടി ഇത് ഉള്ളിൽ ചെന്നു കഴിച്ചു. അപ്പോൾ എലിവിഷമാണ് ഉള്ളിൽ ചെന്നതെന്ന് അറിഞ്ഞു. അങ്ങനെ 6 ഹോസ്പിറ്റലിലായിട്ടാണ് ഈ കുട്ടിക്ക് ചികിത്സ തേടി പോവുകയും ഇങ്ങനെ ഈ കുട്ടി ചികിത്സയിൽ കഴിഞ്ഞത്. അത് തന്നെ കേൾക്കുമ്പോൾ വലിയൊരു വിഷമം. ഒരു ഹോസ്പിറ്റലുകാർക്ക് ഈ കുട്ടിയുടെ ജീവനൊന്നും രക്ഷിക്കാനായില്ല. സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ പോയപ്പോൾ ഒരുപാട് പൈസ ചിലവുണ്ടെന്നും പറഞ്ഞാണ് അവിടുന്ന് അവർ മാറി വീണ്ടും മെഡിക്കൽ കോളേജിൽ. നമ്മൾ ഈ സ്വകാര്യ ആശുപത്രിയുടെ സിസ്റ്റം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടില്ല അല്ലേ. അവിടെ പോകുമ്പം സാധാരണ ആൾക്കാർക്ക് പൈസ ഒരുപാടാവുന്നത് കൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജിലോട്ട് പ്രിഫർ ചെയ്ത് വിടുന്നത്, അവിടോട്ട് പോകുന്നത്. പക്ഷേ ഒരുപാട് ചികിത്സകൾ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. എന്നിട്ട് പോലും ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് സത്യം. കാരണം അടുത്തുള്ള ആദ്യം ട്രൈബൽ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് 4 ദിവസത്തെ ചികിത്സയ്ക്കായിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നെ അവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നിട്ട് പിന്നെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ചികിത്സ കൂടുതൽ ലഭിക്കുമെന്ന് കരുതി അവിടെ പോയപ്പോൾ ഒരുപാട് പൈസ ചിലവുണ്ട് എന്ന് പറഞ്ഞത് അനുസരിച്ച് അവരവിടുന്ന് മാറ്റി കൊച്ചിയിൽ നിന്ന് മാറ്റി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നിട്ട് അവിടുന്ന് നമ്മുടെ ട്രിവാൻഡ്രം SIT കുട്ടികളുടെ ആശുപത്രിയായ SITയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് വിഷം ചെന്നത് അത് കരളിനെ ബാധിക്കുകയാണ് ചെയ്തത്. അപ്പം പിന്നെ ഈ കുട്ടിക്ക് ജീവൻ നഷ്ടമായി. ഇത്രയധികം ഡോക്ടർമാർ പരിശ്രമിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ മാറി ഇറങ്ങി കയറി നടന്നിട്ട് പോലും ഈ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലെന്നുള്ളതാണ്. വീട്ടുകാരുടെ ഒരു അശ്രദ്ധയുടെ ഫലം. അല്ലെങ്കിൽ ഈ കുഞ്ഞു കുട്ടിക്ക് അറിയില്ല. ഇപ്പോൾ സാധാരണ ഒരു എലിവിഷം പല രൂപത്തിൽ പല ഇതിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നെങ്കിൽ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലായിരിക്കും. അവർക്കറിയില്ലല്ലോ, പേസ്റ്റാണെന്ന് കരുതി എടുത്ത് തേച്ചു. അതിപ്പോൾ ഏത് മക്കളായാലും അങ്ങനെയാണ് ചെയ്യുന്നത്. കുട്ടികൾ കളിക്കാൻ ആഗ്രഹം, അതിൽ പഴയ സാധനങ്ങൾ എടുക്കാൻ എപ്പോഴും കുട്ടികൾക്ക് ആഗ്രഹമാണ്. പഴയ ടിന്നുകളായാലും കളിപ്പാട്ടങ്ങളായാലും അത് അവർക്കൊരു കളിപ്പാട്ടമാണ്. പഴയ ടിന്നുകൾ പോലും ഒരു കളിപ്പാട്ടമായിട്ട് എടുക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ വീട്ടിലും പതിവാണ്. പക്ഷേ എപ്പോഴും നമ്മൾ കുഞ്ഞു മക്കളുള്ളവർ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പ്രിഫർ കൊടുക്കുക, കുഞ്ഞുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുക, കരുതൽ കൊടുക്കുക. ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം മാറ്റണം. എപ്പോഴും നമ്മൾ വീട് വൃത്തിയാക്കിയാലെങ്കിലും അല്ലെങ്കിൽ എന്ത് പണിയിൽ ചെയ്താലും ഒരാൾ കുട്ടികളെ നോക്കാൻ സത്യം പറഞ്ഞാൽ വേണമല്ലേ. ഇതുപോലുള്ള അശ്രദ്ധകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഒക്കെ ഒരാൾ ഈ കുട്ടികളുടെ പിറകെ വേണം. പക്ഷേ ഭയങ്കര വിഷമം ഈ പൊന്നോമനെ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ കണ്ണീരടക്കാനാവാതെ നമുക്കിത് പറയാനാവില്ല. അപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ എങ്ങനെ ഇത് സഹിക്കുമെന്നറിയില്ല. അല്പനേരത്തെ അശ്രദ്ധയുടെ ഫലമായിട്ടാണ് കുട്ടി പേസ്റ്റ് രൂപത്തിൽ കണ്ട ഇതെടുത്ത് തേക്കാനിടയായത്. ഇന്ന് കുട്ടിയെ അട്ടപ്പാടിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ കുഞ്ഞുമക്കളുള്ളവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.